ആക്ഷൻ മാത്രമല്ല, നോ റിയാക്ഷൻ. അതെ ഗൈസ്, നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോണത് എന്റെ കോളേജിലെ ഒരു ദിവസത്തെ ആർട്സ് ഡേ ആണ് ഗൈസ്. പരിപാടിയുടെ പേര് കാവേറ്റം. ദാണ്ടെ കടക്കണ കണ്ടോ? അത് വെറുതെ കടക്കല്ല ഗൈസ്, നാളെയാണ് നമ്മളെ പരിപാടി. അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് ഈ കാണുന്നതൊക്കെ ഗൈസ്. നാളെയാണ് കാവേറ്റം. ചെക്കന്മാരൊക്കെ ഫുൾ ഹാർഡ് വർക്കിലാണ്, നിങ്ങൾ മനസ്സിലാക്കണം. സമയം ഇപ്പൊ 11 മണി കഴിഞ്ഞു. നമുക്ക് 11 മണിക്ക് ഹോസ്റ്റലിൽ കയറണം. ഇവിടുന്ന് എങ്ങനെ നടന്നിട്ടുണ്ടോ ചെക്കന്മാര്. ഓ കാവേറ്റത്തിന്റെ ഫുൾ സെറ്റപ്പാണ് ഗൈസ്. സംഭവം നമ്മൾ പരിപാടിയും കഴിഞ്ഞ് ഇപ്പോൾ ഹോസ്റ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. വാർഡനൊക്കെ വിളിച്ച് സോപ്പ് ഇട്ടിട്ടുണ്ട്. സംഭവം 11 മണിക്ക് നമ്മൾ ഏകദേശം 11:30 ആയിരിക്കും. അപ്പോൾ ഞങ്ങൾ കോളേജിൽ നിന്ന് ഇറങ്ങി. ബാക്കി നാളെ ഓക്കെ. അങ്ങനെ എല്ലാം കഴിഞ്ഞെത്തിയപ്പോഴേക്കും ഒരു സമയമായി ഗൈസ്. ഇനി നമുക്ക് നാളത്തെ പരിപാടി നോക്കാം. ഹലോ ഗൈസ്, ഇന്നാണ് ഗൈസ് നമ്മളെ കോളേജിലത്തെ കാവേറ്റം. അപ്പോൾ നമ്മൾ നാട്ടിൽ പോകണം എന്നൊക്കെ പറഞ്ഞതാണ്, പക്ഷെ നടന്നില്ല. നമുക്ക് ഇനി ചെറിയ ഷോർട്ട് ഫിലിമിന്റെ ഷൂട്ട് ഉണ്ട് ഗൈസ്. അത് കഴിഞ്ഞിട്ട് നേരെ വിടും അല്ലേ? നമ്മൾ സമയത്തിന് എത്തും എന്നാണ് ഒരു പ്രതീക്ഷ. എത്തും. അങ്ങനെ നമ്മൾ കോളേജിൽ എത്തണമെങ്കിൽ ഇനി ഏകദേശം 1.5 കിലോമീറ്റർ നടക്കണം. സാധാരണ ബസ്സോ ലിഫ്റ്റോ എന്തെങ്കിലുമൊക്കെ കിട്ടലുണ്ട്. ഇന്നിപ്പോ അതും കാണാനല്ല. സന്തോഷം. ഞങ്ങൾ നടന്ന് പകുതി എത്തിയപ്പോണ്ട് സന്യാസി രാജാവൊക്കെ നടന്നിരുന്നു. സംഭവം രാവിലത്തെ പരിപാടി കലാജാതയാണ്. ഇത് ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് ആണ് കഴിച്ച് നടക്കും. ഓരോ ഡിപ്പാർട്ട്മെന്റിൽ പല വേഷം കിട്ടിയ ആൾക്കാരുണ്ട്. സംഭവം കാണാൻ നല്ല രസമാണ്. ഹൈക്കോടതി ജഡ്ജി മുതൽ രാജാവ് വരെ ഉണ്ടാവും. കഴിച്ച് ഈ കാണാണ് കഴിച്ച് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ. അതെ, ഇൻഫോർമേഷൻ ടെക്നോളജി. നമ്മൾ വിട്ടുകൊടുത്തിട്ടൊന്നുമില്ല. ഇവനെ ഷോർട്ട് ഫിലിമിന്റെ ഷൂട്ട് ഉണ്ടായതുകൊണ്ട്, അല്ലെങ്കിൽ എന്നെ മുടിച്ചുള്ള സന്യാസിയൊക്കെയാണ്. അതാണ്ട് ഈ കാണാണ് കഴിച്ച് നമ്മളെ പല്ലക്ക്. ഇതൊക്കെ ഇന്നലത്തെ ഹാർഡ് വർക്കിന്റെ റിസൾട്ട് ആണ് കഴിച്ച്. സംഗതി ഇപ്പൊ തുടങ്ങും എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ നേരമായി ഇവരെ തുടങ്ങിയിട്ടില്ല. ഇതില് പറയാനുള്ളതെന്ന് വെച്ചാൽ ജയ് ഭാരത് മാതാ, ജയ് മഹിഷ്മാ ഗാന്ധി. ഒന്നും നോക്കിക്കേ. പരിപാടി തുടങ്ങി ഗൈസ്. ഏറ്റവും ബേക്കിലാണ് നമ്മളെ ഐറ്റിക്കാര്. അല്ല, ഏറ്റവും ബേക്കിലല്ല, ഏറ്റവും ബേക്കിന്റെ മുമ്പിലാണ് ഗൈസ് ഐറ്റിക്കാര്. അങ്ങനെ നമ്മളെ കലാജാതൊക്കെ കഴിഞ്ഞു ഗൈസ്. അതിന്റെ ഇടയിലേക്ക് വീഡിയോ എടുക്കാൻ പറ്റി, കാരണം ചെണ്ട കൊട്ടിയത് ഞാനാണ് ഗൈസ്. ആക്ഷൻ മാത്രമല്ല, നോ റിയാക്ഷൻ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നടി പോയി നോക്കിയപ്പോ നമ്മളെ തിരുവാതിരയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കുറച്ചേരം അവിടെ ഓഡിയൻസ് ആയിരിക്കാം. ഇവിടെ അത്രയും നല്ല തിരുവാതിര എടുക്കുമ്പോ ഇവിടെ ഒരുത്തൻ റീൽ ഉണ്ട്. അല്ലല്ലോ ഓൻ എന്ത് തിരുവാതിര. ഇനി അടുത്ത നമ്മളെ ചെക്കന്മാരെ സ്റ്റാൻഡപ്പ് കോമഡി ഉണ്ട്. നമുക്ക് കുറച്ച് മോട്ടിവേഷൻ കൊടുക്കാം. ടെൻഷൻ അടിക്കണ്ട. നമ്മളെന്താ വെച്ചാല് സിസ്റ്റമാറ്റിക് ആയിട്ട് ഓരോ കോമഡി പറയും. നമ്മളെല്ലാതും ചുറ്റും അതിന്റെ ഫ്രണ്ട്സിലൊക്കെ ശ്രീനിവാസം ഇരിക്കുന്ന നിലത്തെ കടന്ന് പക്ഷെ നമ്മളെ ചെക്കൻ നല്ല പേടിയുണ്ട് കൈ. അവന്റെ ആകെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് ഈ നിൽക്കുന്ന സീനിയർ ആയിട്ടുണ്ട് സ്റ്റാൻഡപ്പ് കോമഡിക്ക്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ലോ, ഇതൊരു ഇൻഡിവിജ്വൽ ആയിട്ടല്ലേ. അങ്ങനെ സ്റ്റേജിൽ തിരുവാതിര കഴിഞ്ഞ് സ്റ്റാൻഡപ്പ് കോമഡി തുടങ്ങാൻ പോവാണ് ഗൈസ്. ചെക്കന്റെ പേരാണ് ഗൈസ് സ്റ്റാൻഡപ്പ് കോമഡി. ലോട്ട് എടുത്തപ്പോ നമ്മളെ സീനിയർ ആയിട്ടാണ് ഫസ്റ്റ് കിട്ടിയത്. സംഗതി വിചാരിച്ച പോലെ അല്ലോ. സംഭവം പുള്ളി പറഞ്ഞ സെറ്റാക്കി. കുറെ ആൾക്കാർ ചിരിച്ചും ചെയ്ത്. ഞാൻ നമ്മളെ ചെക്കൻ കയറാൻ പോണത്. ടോപ്പിക് അമ്മ യൂട്യൂബർ ആയാൽ. അമ്മ യൂട്യൂബർ കേട്ടല്ലോ, ടോപ്പിക് കേട്ടല്ലോ. ഓന് കൊടുത്ത ടോപ്പിക് ഏതെല്ലാം നന്നായി. അതിൽ യൂട്യൂബറിന്റെ കാര്യം പറഞ്ഞോണ്ട് തന്നെ ചെറുക്കനെ അവിടെ പോയിട്ട് എനിക്കിട്ടൊന്ന് ചാമ്പി. എന്നിട്ട് ഓൻ അവിടെ പോയി പറയാണ് എന്റെ കൂട്ടത്തിലുണ്ട് ഒരു യൂട്യൂബർ. അവിടെ ഒരു കാര്യമല്ല. എനിക്കൊരു വിഷമമില്ല. അതെ, ഇനിയിപ്പോ അങ്ങനെ പറയാം. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നാടകത്തിന്റെ കോസ്റ്റ്യൂം ചെക്ക് ചെയ്യാൻ പോയി. കാരണം നാളെ നമ്മളെ നാടകം. എനിക്കാണെങ്കിൽ നാടകത്തിൽ ഒരു തെയ്യത്തിന്റെ വേഷം. ഇതാണ് ഇപ്പൊ നമ്മൾ ഫൈനലായിട്ട് ഉറപ്പിച്ചത്. ആദ്യം നമുക്കൊരു ഫേസ് മാസ്ക് ആയിരുന്നു കഴിയും. പക്ഷെ അതിട്ട് കഴിഞ്ഞാൽ മുഖത്തെ എക്സ്പ്രഷൻ ഒന്നും കാണും. അതുകൊണ്ട് നമ്മളത് ഒഴിവാക്കി. ഇപ്പൊ യൂണിഫോം ഇട്ട് പോകണത് അങ്ങോട്ട് അറിയാം. നമുക്ക് ഷോർട്ട് ഫിലിമിന്റെ ഷൂട്ട് ഉണ്ട്. പ്രാവശ്യം ഒരു ആർട്സ് കൊണ്ട് ഞാൻ ഫുള്ള് ബിസി എന്ന് കഴിച്ചു. ഒരു ഭാഗത്ത് നാടകം, മറ്റൊരു ഭാഗത്ത് മൈമ്, അതും കഴിഞ്ഞ് മോണാക്ട്, അതിന്റെ ഇടയിൽ ഈ വീഡിയോ എടുപ്പ്. എന്തായാലും ഇത്രയും എഫേർട്ട് ഇട്ട് വീഡിയോ എടുക്കണല്ലേ. ഞാൻ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്തേക്ക്. ഇതാണ് ഗൈസ് കോൽക്കളി. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും സൂക്ഷ്മതയും ശ്രദ്ധയും വേണ്ട ഏക കല. പക്ഷെ നമ്മളെ ചെക്കന്മാരെ എല്ലാം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇവർ എന്നോ തുടങ്ങിയ പ്രാക്ടീസാണ്. അടിയിൽ സ്റ്റേജിൽ ഓരോ പരിപാടി നടക്കുന്നുണ്ട്. പക്ഷെ പ്രാക്ടീസ് ഉണ്ടായതുകൊണ്ട് ചില പരിപാടി ഒന്നും കാണാനേ പരിപാടിയില്ല. ഇവരൊക്കെ നമ്മളെ ക്ലാസ്സിൽ പഠിക്കണോന്നാണ് ഗൈസ്. ഇവരല്ലാതെ പിന്നെ വേറെ ആരെ സപ്പോർട്ട് ചെയ്യാം. ഏതായാലും നമ്മൾ ഒപ്പന ടീം നല്ല അടിപൊളിയായി കളിച്ചിട്ടുണ്ട് ഗൈസ്. ഇത് ഏത് പെയിന്റ് ആണ്? പുതിയ കമ്പനിയാണ്. നിങ്ങൾ പെയിന്റ് അതെ, വല്ല സ്റ്റാൻഡപ്പിനും പറഞ്ഞു വിട്ടാൽ മതിയെന്ന്. ആനന്ദിക്കാൻ നോക്കാമോ? ആനന്ദ അവർ ബന്ധിക്കാൻ നോക്കാമോ? എടാ ഞാൻ വെറുതെയുള്ളൂ. ഇല്ല, എല്ലാവർക്കും പേടിയാണ് കേസ്. അടി പോയപ്പോ വമ്പം ഫാഷൻ ഷോ. എല്ലാം കൂടെ വീഡിയോ എടുക്കാനുള്ള ടൈം കിട്ടിയില്ല ഗൈസ്. എന്തായാലും ചെക്കൻ തൂക്കിയുണ്ട്. രാവിലത്തെ കലാജാതയുടെ ബാഹുബലിന്റെ കോസ്റ്റ്യൂമാണ് ഗൈസ്. സംഗതി കൊള്ളാലേ. ഇവിടെ ഇപ്പൊ നടക്കണം എന്തെന്ന് വെച്ചാൽ നാളത്തെ നാടകത്തിന്റെ പ്ലാനിംഗ് ആണ്. കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ സെറ്റാണ്. പക്ഷെ ബാക്കി കാര്യങ്ങൾ നോക്കണ്ടേ. കാരണം മറ്റു ഡിപ്പാർട്ട്മെന്റുകളൊക്കെ നാടകത്തിന് നല്ല കോൺസെൻട്രേഷൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ.
പ്രാക്ടീസിന് വേണം പ്രാക്ടീസ് മേക്ക് മോർ പെർഫെക്റ്റ്. എൻ്റെ മുഖം കണ്ടാൽ എനിക്ക് മനസ്സിലാവും മൊത്തത്തിൽ ടയർഡാണ് കേസ്. കാരണം 2-3 ദിവസമായിട്ട് ഉറക്കൊന്നും ശരിക്കും കിട്ടിയിട്ടേ ഇല്ല. നമ്മളെ പ്രാക്ടീസ് ഇനിയും കഴിഞ്ഞിട്ടില്ല കേസ്. നമുക്ക് അടുത്തത് മൈമിൻ്റെ പ്രാക്ടീസ് വേണം. ഇവരെ ക്യാൻസൽ കേസ്. നാളത്തെ പരിപാടിക്ക് വേണ്ടിയുള്ള ഡെഡിക്കേഷൻ കേസ്. ഡെഡിക്കേഷൻ സമയം ഇപ്പോൾ 11 മണി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും നമ്മളിവിടെ പ്രാക്ടീസാണ്. കോളേജൊക്കെ അടച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്തിരുന്ന് പ്രാക്ടീസ് ആണ് കേസ്. കണ്ടോ നേരത്തൊക്കെ ഫുള്ള് മണ്ണ് കാണുന്നുണ്ടോ എന്തോ. നമ്മള് ഒരു കുടുക്ക് വഴിയുണ്ട്, ആ വഴി ഡിപ്പാർട്ട്മെന്റ് തുറന്ന് കയറാൻ പോകുന്നു കേസ്. തുറന്ന് കയറാൻ പോകുന്നു. അങ്ങനെ ഇപ്പം ഏകദേശം 12 മണിയായി. ഈ സമയത്തും പ്രാക്ടീസ് ചെയ്യണ ഞങ്ങളൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ കേസ്. ഒരു മനുഷ്യന്റെ കുഞ്ഞില്ല കോളേജിൽ. എന്തൊക്കെയായാലും നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ടല്ലേ. ഇനി നമ്മളങ്ങനെ ഹോസ്റ്റലിൽ വരെ നടക്കണം. റോട്ടിൽ ഇപ്പം ആ പട്ടിയും ഞങ്ങളും മാത്രമേ ഉള്ളൂ. പൈനാവുള്ളവർക്ക് നടന്നതിന് ഹോസ്റ്റൽ വരെ പോകണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്ത പാട്ടിൽ ബാക്കിയുള്ള വീഡിയോസും കൂടി ഇടാം. പറ്റുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പോൾ ശരി.